പാറളത്ത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. മണ്ഡലം പ്രസിഡന്റ് കെ.ആർ. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാജിവെച്ചു. പാറളത്തും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർന്നതിന് തെളിവാണ് കെ.ആർ. ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ രാജി. പാർല മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ജില്ലാ കമ്മിറ്റി അവഗണന കാണിക്കുന്നതായി ആരോപിച്ചാണ് നേതാക്കൾ രാജിവെച്ചത്. മണ്ഡലം പ്രസിഡന്റ് കെ.ആർ. ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ. നന്ദകുമാർ, സെക്രട്ടറിമാരായ എ.ഡി. ജോണി, ജോജോ ചിറമൽ, INTUC മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, മണ്ഡലത്തിലെ മറ്റു നേതാക്കളും വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി സ്ഥാനം രാജിവെച്ചതായി പറയുന്നത്. പാർലം മണ്ഡലത്തിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളായ 2 പ്രമുഖർക്കെതിരെയാണ് രാജിവെച്ച നേതാക്കൾ വിമത ശബ്ദമുയർത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കെ.ആർ. ചന്ദ്രനെ പുറത്താക്കാൻ ഈ 2 നേതാക്കൾ ശ്രമിച്ചതായാണ് വിമത നേതാക്കൾ പറയുന്നത്. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ജില്ലയിലെ കുറേ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ഈ കോൺഗ്രസിനെ ഇന്ന് പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ചെയ്തെന്ന് വെച്ചാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ചന്ദ്രനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നേതാക്കന്മാരൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഒരു ഈച്ചയെ കൊല്ലാൻ തോക്കെടുത്ത് നടക്കുന്നത് പോലെയായിരുന്നു അവരൊക്കെ നടന്നിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അവർക്ക് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റാൻ സാധിച്ചില്ല. ആ സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോൾ അവർ കണ്ടെത്തിയ തന്ത്രമാണ് മണ്ഡലം കോൺഗ്രസിൻ്റെ ലിസ്റ്റ് കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് മണ്ഡലം ലിസ്റ്റ് തരാതെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ മണ്ഡലം കമ്മിറ്റി ഇല്ലല്ലോ, അതുകൊണ്ടാണ് കോർ കമ്മിറ്റികൾ അധികാരം. എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ് പ്രധാനപ്പെട്ട അധികാരം. പക്ഷേ ഇവിടെ മാത്രം മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് യാതൊരു അധികാരമല്ല, എല്ലാം ഇവർ കൈയടക്കിയിരിക്കുക. അതായത് ഇന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർലം മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് അവർ പാർട്ടിയെ ഈ വിഭാഗം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് ഈ പാർട്ടിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പാർട്ടിയുമായിട്ട് സ്ഥാനമാനങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി ജോണിയും INTUC പ്രസിഡന്റ് അഭിലാഷും ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിന്റെ ചിരകാലമായിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഈ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളാരും കോൺഗ്രസ് വിടാൻ ഉദ്ദേശിച്ചവരല്ല, കോൺഗ്രസ് വിടുന്ന പ്രശ്നവുമില്ല. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ്, ഞങ്ങളുടെ മനസ്സിലെന്നും കോൺഗ്രസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തിൽ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ രാജിവെച്ചത്. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലും വർഷങ്ങളോളം പാർട്ടിയുമായി ബന്ധമില്ലാതിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. ചില കുടുംബമടക്കം ചിലവർ മത്സരിക്കുന്നു. യാതൊരു ബന്ധമില്ലാത്ത കുറേ കോൺഗ്രസിൻ്റെ ആളുകളെ കോൺഗ്രസ് എന്ന വ്യാജേന മത്സരിപ്പിച്ച് ഇവിടെ BJPക്ക് പാർട്ടിയെ അടിയറ വെക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ LDFന്റെ ചില ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ടാണ് യഥാർത്ഥ ചില സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പാർലം മണ്ഡലത്തിൽ കോൺഗ്രസിനെ നയിക്കാനും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരു ശക്തമായ നേതൃത്വം ഇന്ന് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ആ നേതൃത്വത്തിന് അംഗീകരിക്കാതെ കേവലം ഇന്നലെ ഓടിക്കയറി വന്ന കുറേ പഴയകാല നേതാക്കന്മാർക്ക് ഈ പാർട്ടിയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ നേതൃത്വ സ്ഥാനങ്ങളും ഞങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിനെ മനസ്സാവരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിയാതെ വന്നതോടെ പാർല മണ്ഡലത്തിന് മാത്രം മണ്ഡലം കമ്മിറ്റി നൽകാതെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി രൂപം നൽകിയ കോർ കമ്മിറ്റിയുടേത് ഏകാധിപത്യ രീതിയിലുള്ള പ്രവർത്തനമാണെന്നും വിമത നേതാക്കൾ ആരോപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കി തീർത്തത് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 3 ജില്ലാ നേതാക്കന്മാരിൽ 2 പേരാണ്. ഞങ്ങളെ DCC ജനറൽ സെക്രട്ടറി പൊറിഞ്ചേട്ടൻ വളരെയധികം പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് 2 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയായിരുന്നു. പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാതെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുകയും അതുപോലെ തന്നെ ഏത് കാര്യത്തിന് വിളിച്ചാലും സമയമില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത് ജില്ലാ നേതാക്കന്മാരും കൂടിയെടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ 2 നേതാക്കന്മാർ പങ്കെടുക്കാറില്ല, സഹകരിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഞാൻ 3 വർഷമായിട്ടുള്ളൂ മണ്ഡലം പ്രസിഡന്റായിട്ട്, വെറും 3 വർഷം. പക്ഷെ 10 വർഷമായി പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്ത ബ്ലോക്ക് നേതാക്കൾ, 15 വർഷമായി പാർട്ടിയുടെ പരിപാടിയിലേക്ക് വരാത്ത ആളുകൾ, KPCCയുടെ നോംസ് അനുസരിച്ചിട്ടുള്ള കോർ കമ്മിറ്റി ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ കോർ കമ്മിറ്റിയിൽ വന്നതോ പാർട്ടിയിൽ ഒരു വോട്ട് ചേർത്താത്ത
പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കുറേ ആളുകളാണ് കോർ കമ്മിറ്റിയിൽ. എത്ര വാർഡുണ്ട്, ഏതെല്ലാം വാർഡുകൾ ഏതൊക്കെ സംവരണം എന്നറിയാത്ത കോർ കമ്മിറ്റി അംഗങ്ങൾ. ചില കോർ കമ്മിറ്റി ബ്ലോക്ക് ബാറുകൾ ഇപ്പോഴത്തെ കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. കോർ കമ്മിറ്റിയാണ് KPC തന്നെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിലെ കോർ കമ്മിറ്റി കോഓപ്പറേറ്റീവ് മാനേജ്മെന്റായി മാറി. മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റുമാരും അറിയാതെ ഒരു കമ്മീഷൻ ഡീലർമാരെ വെച്ച് വാർഡിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താണ്. അർഹതയുള്ളവരൊക്കെ മാറ്റി പാർട്ടി വിരുദ്ധ നിലപാടെടുത്തവർക്ക് സ്ഥാനാർത്ഥിത്വം എഴുതി കൊടുക്കുന്ന രീതിയിലാണ് കോർ കമ്മിറ്റി എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് നടത്തുന്നത്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പടക്കം മുട്ടിച്ച ആളുകൾ വരെ കോർ കമ്മിറ്റിയിലുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണേ. ഇതിന് ശക്തമായ പ്രതിഷേധം ഇന്ന് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ഒരു സദസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കോർ കമ്മിറ്റിയിലുള്ള ചില കമ്മിറ്റി അംഗങ്ങളും അവരെ കൂടെ നടക്കുന്ന ചില ശിങ്കിടികളും പരസ്യമായി വെല്ലുവിളിച്ച് ചാനലിൽ ഈ വാട്സപ്പിലൂടെ ഈ കോൺഗ്രസിൽ നിന്ന് 5-10 ആൾ പോയാൽ ഒരു വിലയില്ല, ഒന്നും നടക്കില്ല എന്നുള്ള വെല്ലുവിളി നടത്തുകയും അതേപോലെ തന്നെ മോശമായ രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇത്തരൊരു സാഹചര്യത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സ്വന്തക്കാർക്ക് പുറമെ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവർക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകിയത് നീതിയല്ല. പാർട്ടിയെ BJPയുടെ ആലയിൽ കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് മണ്ഡലത്തിലെ 2 നേതാക്കളുടെ ഉദ്ദേശം. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഈ 2 നേതാക്കൾക്ക് വേണ്ട സൗകര്യം നൽകി പാർട്ടിയെ മണ്ഡലത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ജനാധിപത്യബോധമുള്ള മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം നീക്കങ്ങളെ എതിർക്കുകയാണ്. തങ്ങൾ കുറ്റപ്പെടുത്തുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ 2 നേതാക്കൾ ഉൾപ്പെടുന്നവർ മാഫിയ സംഘമാണെന്നും ഇവർക്കെതിരെ പ്രതികരിക്കണമെന്നുമുള്ള കടുത്ത വിമർശനമാണ് രാജിവെച്ച കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്.